ചെറുക്കണ്ണിനോട് റെഡി ആയിക്കോളാം. പെണ്ണ് കാണാനൊന്നും വരണ്ട, കല്യാണം ഫിക്സ് ചെയ്യണം. സർക്കാർ ജോലി ഉറപ്പാണ്. ഉറപ്പാണോ? ഒന്ന് കൊണ്ടുവന്നേക്കണം സാധനം. എന്റെ പെണ്ണ് എന്നെ അറിവാണ് ഇത്. അതാ ഞാൻ പറഞ്ഞ പുള്ളിക്ക് ചിലത് ഫുൾ പഠിപ്പിക്കണ്ട, അതിന് മുമ്പേ ജോലി കിട്ടും. ഒരു കാര്യം ചെയ്താലോ, ഈ ഔട്ട് ബസ് ഫ്രീ ആയിട്ട് കിടക്കണം. നമ്മുടെ താമസിച്ചോളാം. അതെന്തിനാ? ഇത് വാടക കിട്ടുമല്ലോ. പിന്നെ പുള്ളിക്ക് വല്ല ലോഡ്ജിൽ പോയി താമസിച്ചാൽ പോലും. നമ്മളിനി അടുത്ത ക്ലാസ്സിലേക്ക് പോവുകയാണ്. എന്നാണ്, ഏത് ഡേറ്റാണ് ലോക നാളികേര ദിനം? ഓരോ ദിനങ്ങൾ നമ്മളോട് ചോദിക്കും, ഓരോ ദിനങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യങ്ങളുണ്ട്. എന്നാണ് ലോക നാളികേര ദിനം എന്ന് ചോദിച്ചാൽ എളുപ്പ വഴിയിൽ നമുക്ക് പറയാം, ലോകേഷ് നാളികേരം പൊളിച്ചപ്പോൾ 2 സെപ്റ്റി ടാങ്കിൽ വീണു. ശ്രദ്ധയില്ലാത്തതുകൊണ്ട് ലോകേഷ് അവിടെ ഇട്ട് പാരപ്പുറത്തല്ല പൊളിച്ചത്. ലോകേഷ് നാളികേരം പൊളിച്ചപ്പോൾ 2 സെപ്റ്റി ടാങ്കിൽ പോയെന്ന് പറഞ്ഞാൽ ലോകേഷ് നാളികേരം പൊളിച്ചപ്പോൾ 2 മീൻസ് 2-ാം തീയതി, മാസം സെപ്റ്റി ടാങ്ക് സെപ്റ്റംബർ. ഇപ്പൊ സെപ്റ്റംബർ 2 ഓർക്കുമ്പോൾ നമ്മൾ ഈ വാക്ക് പഠിച്ചാൽ മതി. ലോകേഷ് നാളികേരം പൊളിച്ചപ്പോൾ 2 സെപ്റ്റി ടാങ്കിൽ വീണു. അതൊരു തമാശ രൂപത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് ഈ ദിനം നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. നെക്സ്റ്റ് നമ്മൾ അടുത്ത് പോകുന്നത്, നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലേക്ക് ഒരുപാട് വിദേശികൾ വന്നു. പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് വന്ന വിദേശികളുടെ ക്രമമായിട്ട് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? ചിന്തിച്ചു, സമയം കളയും, അപ്പോൾ ടൈം പോകും, നമ്മൾ പാസ്സാകില്ല. പക്ഷെ അപ്പൊ നമുക്ക് ചാടിക്കറി എഴുതണമെങ്കിൽ ഈ വാക്ക് മാത്രം ഓർത്താൽ മതി. PDEF. എന്താണ് PDEF എന്ന് പഠിച്ചാൽ പെട്ടെന്ന് പഠിക്കാം. P പോർച്ചുഗീസ്, D ഡച്ച്, E ഇംഗ്ലീഷ്, F ഫ്രഞ്ച്. ഇനിയിപ്പോ നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാൻ പോവുകയാണ്. ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ആർക്കാണെന്ന് അറിയാം? ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ആർക്കാണെന്ന് അറിയാം? സിനിമാ നടന്മാർക്കാകാം, അതിനും അപ്പുറത്തേക്ക് ഫുട്ബോൾ കളിക്കാകാം, അത് ക്രിക്കറ്റ് താരങ്ങൾക്കാകാം, അങ്ങനെ പലർക്കും ആകാം. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ദൈവത്തിനാണ്. ആരാധകർ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ആരാണ് ദൈവത്തെ വിളിക്കാത്തത്? എല്ലാവരും ദൈവത്തിന്റെ ഫാൻസ് അല്ലേ? അത്ര ആരാധകർ ഉള്ളത് കൊണ്ടാണ് ദൈവത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ കാണാത്തത്. പക്ഷേ ദൈവത്തിന്റെ ഫോൺ നമ്പർ നമുക്കറിയാം. ടെസ്റ്റിൽ ദൈവത്തിന്റെ ഫോൺ നമ്പർ ചിലപ്പോൾ ടെസ്റ്റിൽ ചോദിച്ചാലോ? അങ്ങനത്തെ ചോദ്യമൊക്കെ PSC ചോദിക്കുമോ? PSCക്ക് എന്തും ചോദിക്കാമല്ലോ. അതല്ലേ നമ്മൾ ഇതിനു വേണ്ടി ബുദ്ധിപൂർവ്വം പഠിക്കേണ്ടത്. അപ്പൊ ദൈവത്തിന്റെ ഫോൺ നമ്പറാണ് ഞാൻ പറയാൻ പോകുന്നത്. വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. 61 13 1110. ഇതാണ് ദൈവത്തിന്റെ ഫോൺ നമ്പർ. വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യും, കൃത്യമായ മറുപടി കിട്ടും. അതിന്റെ വാട്സ്ആപ്പ് നമ്പറും അത് തന്നെയാണ്. അപ്പൊ ആളുകൾ ചോദിക്കും, ഇതാണോ ദൈവത്തിന്റെ ഫോൺ നമ്പർ എന്ന്? ഇത് കണ്ടോ, നമ്മൾ ഇതിനെ ഇങ്ങനെ മുട്ടിക്കുന്നു, ഇതിനെ ഇങ്ങോട്ട് മുട്ടിക്കുന്നു, ഇതിനെ നമ്മൾ ഇങ്ങനെ മുട്ടിക്കുന്നു, ഇതിനെ നമ്മൾ ഇങ്ങനെ മുട്ടിച്ച് ഇവിടെ മുട്ടിക്കുന്നു. എന്താകുന്നു? എന്റെ ദൈവമേ, ദൈവത്തിന് ഫോൺ നമ്പർ ഒന്നും ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്, പേടിക്കണ്ട, പിന്നെ വിളിക്കാം. ഭൂമിയിലുള്ള നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ ദൈവത്തിന് കഴിയും, പക്ഷെ ദൈവത്തെ ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. കാര്യം ദൈവം നമ്മുടെ കൂടെ വേണം, നമ്മളെ ചേർത്ത് നിർത്തണം. ദൈവാധീനം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ടെസ്റ്റ് പോലും വിജയിക്കൂ. അപ്പൊ അതുകൊണ്ട് ദൈവത്തെ ഒരിക്കലും നമ്മൾ ഡിലീറ്റ് ചെയ്യും. അതുപോലെ നമ്മളിപ്പോൾ ജീവിതത്തിൽ നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ മുളക് പൊടിച്ച് നമ്മൾ മുളക് പൊടി ഉണ്ടാക്കുന്നു, അരി പൊടിച്ച് നമ്മൾ അരിപ്പൊടി ഉണ്ടാക്കുന്നു, ഗോതമ്പ് പൊടിച്ച് നമ്മൾ ഗോതമ്പ് പൊടി ഉണ്ടാക്കുന്നു, മല്ല് പൊടിച്ച് നമ്മൾ മല്ലിപ്പൊടി ഉണ്ടാക്കുന്നു, മസാല പൊടിച്ച് നമ്മൾ മസാലപ്പൊടി ഉണ്ടാക്കുന്നു. സാറേ, മൂക്കൊടിച്ചാണ് മുക്കിയപ്പൊടി ഉണ്ടാക്കുന്നത്. ഏതാണ് ഈ പൊടി? നടനോളാ മതിയല്ല, ഇതിനെ ഞാൻ കൊച്ചി ചെയ്യേണ്ടി വരില്ല. അല്ല, നന്നായിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. അടുത്ത ക്ലാസ്സിലേക്ക് പോകല. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന് ചോദ്യം വരാം. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ പല സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഓർമ്മയിൽ വെക്കാൻ നമ്മൾ ഇത്ര മാത്രം എഴുതിയാൽ മതി. MTയും MGRും കൂടി JCB വാങ്ങി, MTയും MGRും കൂടി JCB വാങ്ങിയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കിട്ടും. M മിസോറാം, T ത്രിപുര, M മധ്യപ്രദേശ്, G ഗുജറാത്ത്, R രാജസ്ഥാൻ, ഇത് ജാർഖണ്ഡ്, C ഛത്തീസ്ഗഡ്, B ബംഗാൾ. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഇത്ര കാര്യം മാത്രം പഠിച്ച് നമുക്കത് കിട്ടും. ഇനി നമ്മൾ അടുത്തയിലേക്ക് കിടക്കുകയാണ്. ശ്രദ്ധിക്കുക. എത്ര പേർക്ക് ഞാനൊന്ന് ശരിക്കൊന്ന് മനസ്സിലാക്കി ഇറങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിൽ മുഴുവൻ PSC ടെസ്റ്റ് പാസ്സാകുന്നവരേ ഉള്ളൂ. പക്ഷെ കിട്ടില്ല എന്നെ. അതാണ്. അടുത്തയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ശ്രദ്ധിച്ചിരിക്കുക. 1-ാം വർഗ്ഗ ഉത്തോലകങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുമോ? കുരുത്തോലല്ലേ ചോദിച്ചത്. അതാണ് പറഞ്ഞ ഗുരുത്തോ ഇല്ലെന്ന്. ഉത്തോലകങ്ങൾ, 1-ാം വർഗ്ഗ ഉത്തോലകങ്ങൾ പിന്നെ നിന്നെ എന്നാത്തിന് പഠിക്കാൻ വിട്ടതാണ്? അല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും അങ്ങനെ പഠിക്കില്ലല്ലോ. ചിലത് വിട്ടതല്ലേ സാർ, പഠിക്കാൻ പാടില്ല പഠിപ്പിക്കുമ്പോ. ചിലത് പാഴായിപ്പോ. അച്ഛൻ്റെ അമ്മയുടെ ബുദ്ധി അത് നമുക്ക് മക്കൾക്ക് കിട്ടണമെന്നില്ലല്ലോ. ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടാതെ പോകും. അപ്പൊ 1-ാം വർഗ്ഗ ഉത്തോലകങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ക്രമമായിട്ട് നമ്മൾ എന്തെന്ന് പറയും? അപ്പൊ നമ്മൾ ഇത് മാത്രം ഓർത്താൽ മതി. സീസോ പ്ലെയിൻ 1-ാമനായ കപ്പിത്താന്റെ നഖം വെട്ടാൻ കത്രികയ്ക്ക് ത്രാണിയില്ല. സീസോ പ്ലെയിൻ, സീസോ പ്ലെയർ, അതുപോലെ കപ്പി, നഖം, നഖം വെട്ടി,
കത്രിക, ത്രാസ്. ആഹാ അടിപൊളി. സീസോപ്ലേ ഇത് എളുപ്പവഴിയാണ്, ഇത് കുടുക്കുവഴിയാണ്. ഇതൊക്കെ എങ്ങനെ പഠിച്ചെടുക്കാനാണ് നിന്റെ മോള്? അതാണ് ഞാനും ആലോചിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാരി ഉടുത്ത് പോകുന്ന പെണ്ണുങ്ങളൊക്കെ നമ്മൾ കാണും. ചിലപ്പോൾ എന്തൊരു ചന്തമായിരിക്കും, നമ്മൾ പറയണ്ടേ ആ സാരി നല്ലതാണ്, ഈ സാരി നല്ലതാണ്. പക്ഷേ ആ സാരി നല്ലത് ഈ സോണിയയ്ക്ക് എന്ന് പറയുമ്പോൾ അതിൽ നമുക്കൊരു ഉത്തരം കിട്ടും. അതിലൊരു ചോദ്യം മാറിക്കിടപ്പുണ്ട്. ഈ വാക്ക് പഠിച്ചാൽ ഏത് ചോദ്യത്തിനാണ് ആ ഉത്തരം എഴുതാൻ എളുപ്പം പറ്റുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ച മഹിളകൾ ആരെന്ന് ചോദിച്ചാൽ ആ സാരി നല്ലത് ഈ സോണിയയ്ക്ക് എന്ന് മാത്രം പറഞ്ഞാൽ മതി, പഠിച്ചാൽ മാത്രം മതി. ആ എന്ന് പറയുമ്പോൾ ആനി ബസന്റ്, സാരിയുടെ സരോജിനി നായിഡു, നല്ലത് നെല്ലിസൺ ഗുപ്ത, ഈ ഇന്ദിരാഗാന്ധി, സോണിയയ്ക്ക് സോണിയാഗാന്ധി. ഇത്ര മാത്രം പഠിച്ചാൽ അതാണ് വളരെ ഷോർട്ട് ആയിട്ടുള്ള എളുപ്പവഴികൾ. നമ്മൾ എപ്പോഴും കുറുക്ക് വഴികളും എളുപ്പവഴികളും പഠിക്കണം. പ്രത്യേകിച്ച് നമുക്ക് ഇത്തരം കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഈ ഓർമ്മയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണേണ്ടി വരും. ഇനി 3 ക്ലാസ്സും കൂടി ഉണ്ട്. പിന്നെ ഹസ്ബൻഡ് എന്തെയും മറ്റെവിടെ അടുത്തുണ്ടോ? നല്ല ക്ലാസ് ആയിരുന്നു കേട്ടാ, ഞാനും പഠിച്ചു കുറെ. ഞാൻ അറിഞ്ഞതാണ്. നാളെ ഞങ്ങളുടെ ടീമും കൂടി അടുത്ത ദിവസവും വരും. അപ്പൊ ഞാൻ വിളിച്ചു പറയാം. അപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ 6000 രൂപ കൂട്ടാം. 1000 രൂപ എടുക്കാനല്ലേ? അതുപോലെ മനസ്സിരിക്കട്ടെ. സാറേ ഏതായാലും ക്ലാസ് വന്നായിരുന്നു. എങ്ങനെയെങ്കിലും വന്ന് എന്റെ മോൾക്ക് സർക്കാർ ജോലി, അതാണ് ഞാൻ പറഞ്ഞില്ലേ. ഈ ക്ലാസ് കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പ വഴിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. എളുപ്പ വഴിയിൽ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെടുക്കണം. ഇപ്പൊ എത്രയോ ആളുകൾ നമ്മൾ എളുപ്പ വഴിയിൽ ജീവിക്കുന്നു, ധാരാളം പണം സമ്പാദിക്കുന്നു. അതേപോലെ എത്ര മാർഗങ്ങളുണ്ട്. ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ എളുപ്പ വഴിയിൽ പണം സമ്പാദിക്കുന്നത് എങ്ങനെയെന്ന് കൂടി ഞാൻ പഠിപ്പിച്ചു തരും. അപ്പൊ ഞാൻ അറിയണ്ട. ശരി സാർ. എളുപ്പ വഴി ഇതിലേ പോവാം. എളുപ്പ വഴി ഇതാണോ? അപ്പൊ നമുക്ക് എളുപ്പ വഴി പോവാം. വരുമോ? ശരി. സാർ അവിടെ വെച്ച് പറഞ്ഞില്ലായിരുന്നു ഈ എളുപ്പവഴിയിൽ പൈസ ഉണ്ടാക്കണ പരിപാടി? എളുപ്പവഴിയിൽ ഇപ്പൊ എന്തോരം പേര് വീട്ടിൽ നിന്ന് പൈസ ഉണ്ടാക്കണ ബുദ്ധി ഉണ്ടോന്ന് മാത്രമേ ഉള്ളൂ. എനിക്കൊന്നും പഠിപ്പിച്ചില്ല, എനിക്ക് പണിമേലില്ലാണ്ടിരിക്കണേ. എടോ, അങ്ങനെ എളുപ്പവഴിയിൽ പൈസ ഉണ്ടാക്കുന്ന കാര്യം പ്രത്യേകിച്ച് അങ്ങനെ പെട്ടെന്നൊന്നും പഠിക്കില്ല. അതിനൊക്കെ ഒരു ദക്ഷിണയുണ്ട്, ഒരു ഫീസ് ഉണ്ട്. അല്ല, നമ്മൾ ഈ ദക്ഷിണ വെച്ചാണല്ലോ ദക്ഷിണേന്ത്യക്കാരായത്. അങ്ങനെയുള്ള നമ്മൾ ഉത്തരേന്ത്യക്കാരാകരുതല്ല. ഇല്ല. അപ്പൊ ഒരു ചെറിയ ദക്ഷിണ ഇട്. സാറപ്പോ താൻ എന്റെ ഗൂഗിളിലേക്ക് ഒരു 500 ഇട്ടേക്കും. അയ്യോ 500 ഇല്ല, 400 ഇട്ട്. 400 ഇട്. 500 ഉള്ള ഇട്. അപ്പൊ ഓക്കെ, പൈസ വന്നു. ഞാൻ പൊട്ടുന്ന പോട്ടെ, പഠിപ്പിച്ചു തരാന്ന്. ഇതൊക്കെ തന്നെയാണ് പഠിക്കല്. എടോ, ഒരു പരിചയമില്ലാത്ത എന്റെ ഗൂഗിളിലേക്ക് തന്നെ 400 വന്നില്ലേ? ഈ ബുദ്ധി ഉപയോഗിച്ച് താ മറ്റുള്ളവരെ കൊണ്ട് 400, 200, 500, 1000, 10,000 വരെ ഇടാം. പോട്ടെ. എളുപ്പ വഴിയിൽ പൈസ ഉണ്ടാക്കണ പരിപാടി പഠിപ്പിച്ചിട്ട് എങ്ങനെ എളുപ്പ വഴിയിൽ പൈസ ഉണ്ടാക്കണ പരിപാടി പഠിപ്പിച്ചു തരട്ടേന്ന് ഇട്ടല്ലേ? 400 ഇട്ട്. ഇതുപോലെ ഞങ്ങളും ഇട്ടിട്ടാണ് അങ്ങേരുടെ പുറകെ കിടക്കണത്. അപ്പൊ ഞാനും ഇട്ടതല്ലേ? എന്നാ കൂടെ പോരെ. ഷാജി ചപ്രത്തിന്റെ പാട്ടിലൂടെയാണ് നമ്മുടെ ഇനി അടുത്ത യാത്ര. തുടങ്ങാം. തിത്തൈതൈതൈതൈതാരോ തകതൈതൈതൈതൈതാരോ തിത്തൈതൈതൈതൈതാരോ തകതൈതൈതൈതൈതാരോ തിത്തൈതൈതൈതൈതാരോ തകതൈതൈതൈതൈതാരോ തിത്തൈതൈതൈതൈതാരോ തകതൈതൈതൈതൈതാരോ നേരം വെളുത്തില്ല പെണ്ണെ നേരോടടുത്തില്ല പെണ്ണെ ഒരു നൂലു തുണ്ടങ്കോരി വച്ചില്ല പെണ്ണെ ദൈതൈ തിത്തൈതൈതൈതൈതാരോ തകതൈതൈതൈതൈതാരോ തകതൈതൈതൈതൈതാരോ കാണ്ടിച്ച ലമ്പി കാണാൻ നോക്കല്ലേ പെണ്ണെ ദൈതൈ മഴ വന്നു വിളിച്ചിടുന്നു ഇടപാതിയ കേട്ട നേരം തിത്തൈതൈതൈതൈതാരോ തകതൈതൈതൈതൈതാരോ തിത്തൈതൈതൈതൈതാരോ തകതൈതൈതൈതൈതാരോ തെക്കുനാട് വടക്കോട്ടൊക്കെ ചുടുചോര കണ്ടു പൊയ്ക പടിഞ്ഞാറത്തറ മുറ്റത്ത് കുലദേവെ കണ്ട നേരം തിത്തൈതൈതൈതൈതാരോ തകതൈതൈതൈതാരോ എന്നമ്മ പൊന്നമ്മ മലങ്കാളി ദേവികളെ അയ്യയ്യോ വയ്യയ്യോ എലകോടിയ ചോരമതി തിത്തൈതൈതൈതാരോ തകതൈതൈതൈതാരോ തിത്തൈതൈതൈതാരോ തകതൈതൈതൈതാരോ നേരം വെളുത്തില്ല പെണ്ണെ നേരോടടുത്തില്ല പെണ്ണെ ഒരു നൂലു തുണ്ടങ്കോരി വച്ചില്ല പെണ്ണെ ദൈതൈ തിത്തൈതൈതൈതാരോ
തകതൈ ദൈ 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 ദാരോ തിത്തൈ ദൈ 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 ദാരോ തകതൈ ദൈ 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 ദാരോ തിത്തൈ ദൈ 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 ദാരോ തകതൈ ദൈ 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 ദാരോ തിത്തൈ ദൈ 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 ദാരോ തകതൈ ദൈ 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 ദാരോ തിത്തൈ ദൈ 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 ദാരോ തകതൈ ദൈ 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 ദാരോ തിത്തൈ ദൈ 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 ദാരോ തകതൈ ദൈ 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 ദാരോ